ഒരു ഗ്രാമത്തിൽ ശാന്തമായ പ്രഭാതം. അമൽരാജ് കൂട്ടുകാരുടെ കൂടെ സന്തോഷത്തോടെ പതിവ് പോലെ വിദ്യാലയത്തിലേക്ക് പോകുന്നു. അവൻ പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടി. ഒഴിവുവേളയിൽ വീട്ടുകാര്യത്തിൽ അമ്മയെ സഹായിക്കുന്നവൻ. സ്കൂളിന് പുറത്ത് സ്ഥിരമായി കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ചെറുസംഘം. അമൽരാജ് അപ്രതീക്ഷിതമായി അവിടെ എത്തിപ്പെട്ടു. സംഘത്തിലുള്ളവർ സുഹൃത്ത് മുഖേന അമൽരാജിന് ഒരു സമ്മാനം നൽകുകയാണ്. അപരിചിതർ നൽകുന്ന സമ്മാനം ഒരിക്കലും വാങ്ങരുത് എന്ന കാര്യം അവന് അറിയില്ലായിരുന്നു. അമൽരാജിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. സ്നേഹനിധിയായ അമ്മയെ വെറുത്തു. ഒരു കമ്പനിക്ക് ഒരു തവണ മാത്രം എന്ന ചിന്തയിൽ അമൽരാജ് പുകവലി തുടങ്ങി. അവനെ കെണിയിൽ വീഴ്ത്തിയ കൂട്ടുകാർ സന്തോഷിച്ചു. അവൻ പാഠപുസ്തകങ്ങളോട് അകലം വന്നു. അധ്യാപകർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ. അമൽരാജ് ആകെ മാറി. ക്ലാസ് റൂമിൽ ഉറങ്ങാൻ തുടങ്ങി. ഒരിക്കൽ അവന്റെ ബാഗിൽ നിന്നും അമ്മയ്ക്ക് 2 പാക്കറ്റ് ലഭിച്ചു. സങ്കടം സഹിക്കുവാൻ സാധിക്കാതെ അമ്മ കരഞ്ഞു. പൂർണ്ണമായും ലഹരിക്ക് അടിമയായ അമൽരാജ് പണം കണ്ടെത്തുവാൻ മോഷണം തുടങ്ങി. വിജനമായ ഒരു സ്ഥലത്ത് അമൽരാജ് വീണുകിടക്കുന്നത് ജനങ്ങൾ കണ്ടു. ആളുകൾ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്ന അമൽരാജിന്റെ കുഴപ്പത്തിലേക്കുള്ള വീഴ്ച കുടുംബത്തിനും സമൂഹത്തിനും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ചിലർ അവന്റെ കാര്യത്തിൽ ദുഃഖിച്ചു. മറ്റു ചിലർ അവനെ കുറ്റപ്പെടുത്തി. അമൽരാജിന് ആവശ്യമായ ചികിത്സയും കൗൺസിലിംഗും കൊടുത്തു. അവൻ തെറ്റുകൾ മനസ്സിലാക്കി. ജീവിതം നഷ്ടമാകുമ്പോൾ മാത്രമേ ചിലർക്ക് ബോധം വരൂ. അവൻ വീട്ടുകാരെ സഹായിക്കുവാൻ തുടങ്ങി. നന്നായി പഠിക്കുവാനും തുടങ്ങി. പുതിയ ഒരു പാതയിലേക്കുള്ള ആരംഭമായിരുന്നു അത്. അവൻ സ്വന്തം അനുഭവം കൂട്ടുകാരുമായി പങ്കുവച്ചു. ലഹരിക്കെതിരെ ഉറച്ച ഒരു പോരാട്ടത്തിന് അവൻ തയ്യാറായി. ലഹരി മുക്ത സമൂഹം അതായിരുന്നു അമൽരാജിന്റെ ലക്ഷ്യം.